+2 പരീക്ഷ എഴുതി കഴിഞ്ഞു. ഇനി ഏത് ഡിഗ്രി എടുക്കണമെന്നറിയില്ല. അനുയോജ്യമായ ഒരു ഡിഗ്രി കോഴ്സ് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ അറിയാൻ പറ്റിയാൽ എങ്ങനെയിരിക്കും? അതെ, ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ കോഴ്സുകളിലൂടെ നിങ്ങൾക്കും അനുയോജ്യമായ ഒരു ഡിഗ്രി തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ അഭിരുചി ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ കണ്ടെത്തി എല്ലാ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചും കൂടുതൽ അറിഞ്ഞും നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കാം. അപ്പൊ സമയം കളയണ്ട, ഇപ്പൊ തന്നെ ഡിഗ്രി ഫൗണ്ടേഷൻ സൗജന്യ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യും. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ വൈസ് എക്സാംസും കാര്യങ്ങളൊക്കെ വരാറായിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ് ഏത് ഡിഗ്രി എടുക്കണമെന്ന് കൺഫ്യൂഷനുള്ള സ്റ്റുഡന്റ് ആണോ നിങ്ങൾ? എങ്കിൽ ഇനി ടെൻഷൻ ആവേണ്ട, ബാസിന്റെ ഡി ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ വൈസ് എക്സാംസും കാര്യങ്ങളൊക്കെ വരാറായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന ഒരു പേപ്പറാണ്, മലയാളത്തിൽ വരുന്ന പേപ്പറാണ് കേരള ചരിത്രം പ്രാചീനം മധ്യകാലം എന്ന് പറയുന്ന പേപ്പർ. ഈ ഒരു പേപ്പറിൽ മെയിനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മലയാളത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഈ ഒരു രൂപത്തിലാണ് വരാറുള്ളത്. അപ്പം 70 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ 3 മണിക്കൂറാണ് എക്സാം വരുന്നത്. അപ്പൊ നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അതിന് മുകളിലായിട്ട് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ പേരും എഴുതിയതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ ഓരോ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് ആണോ അല്ലെങ്കിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണോ എന്നുള്ളത് പ്രോപ്പറായിട്ട് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമുക്ക് സെക്ഷൻ വൈസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി എന്നുള്ള രൂപത്തിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അപ്പൊ സെക്ഷൻ എയിൽ നമുക്ക് മെയിനായിട്ടും 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം മാക്സിമം നിങ്ങളിപ്പം ഏത് ക്വസ്റ്റ്യൻ എഴുതുവാണെങ്കിലും നന്നായിട്ട് വായിച്ചു നോക്കി മാത്രം ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. 1 മാർക്കാണെന്ന് കരുതി ഒരു കാരണവശാലും അത് വിട്ടു പോവരുത്. കാരണം നമുക്ക് 1 മാർക്കാണെങ്കിൽ കൂടി അത് വാല്യൂ ഉള്ള മാർക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രത്തോളം ഏത് ആൻസർ ആണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാനായിട്ട്. നെക്സ്റ്റ് നമുക്ക് സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബി എന്ന് പറയുന്നത് നമുക്ക് സെക്ഷൻ ബിയിൽ ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. 2 മാർക്കാണ് ഉണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 2 മാർക്ക് എന്ന് കരുതിയിട്ട് ജസ്റ്റ് 1-2 പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. മിനിമം ഒരു അര പേജെങ്കിലും എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഏതാന്നുള്ളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം ആൻസേഴ്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമുക്ക് വരുന്നത് സെക്ഷൻ സി ആണ്. സെക്ഷൻ സിയിൽ മെയിനായിട്ടും 12 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുക. അതിൽ ഏതെങ്കിലും 6 ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു പേജെങ്കിലും നിങ്ങൾ അത് കംപ്ലീറ്റ് എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു 5 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. സെക്ഷൻ സിയിലാണെങ്കിലും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളത് മാത്രം നോക്കിയിട്ട് നിങ്ങൾ ആൻസേഴ്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ സെക്ഷൻ ഡി വരുന്നത് നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇപ്പൊ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. 10 മാർക്ക് വീതമാണ് ഉണ്ടായിരിക്കുക. പക്ഷെ നമ്മൾ എഴുതുന്നതിൽ ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. കാരണം എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിലൊരു ഇൻട്രൊഡക്ഷൻ, കണ്ടന്റ്, അതുപോലെ കൺക്ലൂഷൻ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ എല്ലാവരും ആൻസേഴ്സ് എഴുതുക. അപ്പം അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പേഴ്സ് ആണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കണം. അതുപോലെ തന്നെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണോ എന്നുള്ളത് 1-2 തവണ വായിച്ചതിന് ശേഷം മാത്രം ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഡ്യൂറേഷൻ എത്ര ടൈം വരെയാണ് ഡ്യൂറേഷൻ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം ആൻസേഴ്സ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്